അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഏതൊരു കർമ്മത്തിന് പിന്നിലും ഒരു കർത്താവുണ്ടാകുമെന്നത് സാമാന്യ ബുദ്ധിയുള്ളവർ അംഗീകരിക്കുന്ന വിഷയമാണ്. ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ വിളമ്പി വെച്ചത് കണ്ടാൽ അതുണ്ടാക്കിയ ഒരു പാചകക്കാരൻ അതിൻ്റെ പിന്നിലുണ്ടെന്ന് ആരും പറയും. ഒരു പേപ്പറിൽ ചില കുറിപ്പുകൾ കണ്ടാൽ ഒരു എഴുത്തുകാരൻ അതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു വീട് പണിതുയർത്തപ്പെട്ടതായി കണ്ടാൽ അതുണ്ടാക്കിയ ഒരു പണിക്കാരനെ ഓർമ്മ വരും. കേവലം ഒരു മൊട്ടുസൂചി പോലും യാദൃശ്ചികമായി വെറുതെ പൊട്ടിമുളച്ചുവെന്ന് ബുദ്ധിയുള്ള മനുഷ്യരാരും വിശ്വസിക്കില്ല. ഏതൊരു പ്രവൃത്തിക്ക് പിന്നിലും അതിൻ്റെ കാരണം അന്വേഷിക്കുന്നവരാണ് മനുഷ്യർ. ഒരാളുടെ കരങ്ങൾ പിന്നിൽ പ്രവർത്തിക്കാതെ ഒരു പ്രവൃത്തിയും ഉണ്ടാകില്ലെന്ന് അവൻ്റെ സാമാന്യ ബുദ്ധി തന്നെ അവനെ അറിയിക്കുന്നുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും സമുദ്രങ്ങളും അരുവികളും പുഴകളും മരങ്ങളും ചെടികളും മൃഗങ്ങളും നാനാജാതി മനുഷ്യരുമെല്ലാം അടങ്ങുന്ന ഈ വിശാലമായ ലോകം വെറുതെ ഉണ്ടായി എന്നങ്ങനെ പറയാൻ കഴിയും. എന്തിനധികം സങ്കീർണമായ ഘടനകൾ അനേകം ഉൾക്കൊള്ളുന്ന അവൻ്റെ തന്നെ ശരീരം തീർത്തും അത്ഭുതകരമായ പ്രക്രിയകൾക്ക് ശേഷം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വെറുതെ പൊട്ടിമുളച്ചതാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇത്, അതായത് പരിശുദ്ധമായ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ നിന്ന് തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നതു തന്നെ മതിയായതല്ലേ? ചരിത്രത്താളുകൾ പരിശോധിച്ചാൽ ഇപ്പറഞ്ഞ വ്യക്തമായ സത്യങ്ങളെ നിഷേധിക്കുന്ന യുക്തിവാദികളെ നന്നേ പരാജയപ്പെടുത്തിയ പല സംഭവങ്ങളും കാണാം. വളരെ പ്രസിദ്ധമായതും രസകരവുമായ ഒരു സംഭവം, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചില നിരീശ്വരവാദികൾ വാദപ്രതിവാദത്തിനായി വെല്ലുവിളിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ വെല്ലുവിളി സ്വീകരിക്കുകയും വാദപ്രതിവാദത്തിന് ദിവസം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസം വന്നെത്തി. സമയമായിട്ടും മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. അദ്ദേഹം തോറ്റോടിയതാണെന്നും പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊക്കെയുമുള്ള പ്രചരണങ്ങൾ അയച്ചുവിടാൻ തുടങ്ങി. കുറച്ചു വൈകിയാണെങ്കിലും മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടെ എത്തുകയും ചെയ്തു. വന്നയുടനെ അദ്ദേഹം തന്നെ കാത്തുനിന്നവരോട് പറഞ്ഞു, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു പുഴ കടക്കേണ്ടതുണ്ടായിരുന്നു. കുറേ നേരം കാത്തുനിന്നിട്ടും പുഴ കടക്കാൻ ഒരു തോണിയോ തുഴയാൻ ഒരു തോണിക്കാരനെയോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല കുറേ മരക്കഷ്ണങ്ങൾ ഒഴുകി വരികയും അവ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. അതെല്ലാം ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു കയർ വന്ന് അവയെല്ലാം വരിഞ്ഞുകെട്ടി. ഞാനതിൽ കയറി നിൽക്കേണ്ട താമസം തോണി ഒഴുക്കിനെതിരെ നീന്തി എന്നെ മറുകര എത്തിച്ചു. സംഭവം പറഞ്ഞു തീർക്കേണ്ട താമസം വാദപ്രതിവാദത്തിനെത്തിയ നിരീശ്വരവാദികൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഇത്തരം കഥകൾ വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ കരുതിയോ? എങ്ങനെയാണ് ഒരു തോണി ഒരാളുമില്ലാതെ തുഴയുക? എങ്ങനെയാണ് ഒരു കയർ സ്വയം ചലിക്കുക? എങ്ങനെ കുറേ തടികൾ സ്വയം തന്നെ കൂടിച്ചേർന്ന് ഒരു തോണിയാവുക? ഈ സമയം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഒരു ചെറിയ തോണി സ്വയം ഉണ്ടായെന്നും ആരും തുഴയാതെ അത് ചലിച്ചെന്നും ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു. എന്നാൽ ഇതേ നിങ്ങൾ തന്നെ ഈ കാണുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും പുഴകളും സമുദ്രങ്ങളും മനുഷ്യനും മൃഗങ്ങളുമെല്ലാം ആരുമുണ്ടാകാതെ വെറുതെ ഉണ്ടായതാണെന്ന് പറയുന്നു. അപ്പോൾ ആരാണ് പരിഹസിക്കപ്പെടാൻ കൂടുതൽ അർഹർ? അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. വാദപ്രതിവാദം അതോടെ അവസാനിച്ചു. മാഷാ അല്ലാഹ്. യുക്തിവാദികളെ അടപടലം തോൽപ്പിച്ച നിരവധി ചരിത്രങ്ങൾ ചരിത്രത്താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നന്മ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.